Hi friends, reshzideasന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ വെച്ചിട്ടുള്ള ലഡു ആണ്. ഇതിന് നമ്മൾ എണ്ണയോ മൈദയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാം. സോ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇപ്പോൾ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കാഷ്യൂ നട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ കാഷ്യൂ നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ബദാമും പിസ്തയും ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ നെയ്ക്ക് പകരം എണ്ണ യൂസ് ചെയ്യാം. പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. എണ്ണയെക്കാട്ടിലും കുറച്ചും കൂടെ ഹെൽത്തി എന്ന് പറയുന്നത് നെയ്യ് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട് ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് എടുത്തു മാറ്റരുത്. ഇനി ആ സെയിം നെയ്യിൽ തന്നെ നമുക്ക് ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഉണക്കമുന്തിരിയും റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ വറുത്തെടുക്കേണ്ടത് റവയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നെയ്യും കൂടെ വേണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ മൊത്തം ഒരു 1/3 കപ്പ് നെയ്യ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒരു ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റവ ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്തിനാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലഡു കുറച്ച് ദിവസം കേടാവാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കേണ്ട വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇൻഫോ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നമ്മളിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയത്തിൽ ഇട്ടാൽ മതി. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ ഇപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ശർക്കര ഉരുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച റവയും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഉള്ള മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ, ഇപ്പം നല്ല നമുക്ക് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കാവരുത്. നമുക്ക് കൈകൊണ്ട് ഉരുട്ടി അത് ബോൾസാക്കി എടുക്കാൻ പറ്റണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അതിനുശേഷമേ നമുക്കിത് ലഡു ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മിക്സി ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടി നമുക്കിതിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ആഡ് ചെയ്യുവാണ്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ലഡു തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ തടവി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സ്മൂത്തായിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ലഡുവും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ലഡുവും നമ്മൾ നിറച്ച് കാഷ്യൂ നട്ടും റൈസിൻസ് ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് എല്ലാ ലഡുവിലും നമുക്കത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഓരോ ലഡുവായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി റവ ലഡു റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ഇതിൽ 1/2 കപ്പ്
ശർക്കര യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് നല്ല മധുരമാണ്. അത്രയ്ക്ക് മധുരം ഇഷ്ടമില്ലാത്തൊരു 1 കപ്പ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് നേരം വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഹാർഡാവും. പക്ഷേ സാരമില്ല, പുറത്ത് മാത്രമാണ് ഹാർഡാവുന്നത്, ഉള്ളിൽ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. നമുക്കിത് കുറച്ച് ദിവസം കേടാവാണ്ട് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ തോന്നുമ്പോൾ വെറുതെ ബേക്കറിയിൽ നിന്നുള്ള ജങ്കായിട്ടുള്ള ഇത് കഴിക്കാതെ നമുക്ക് വീട്ടിൽ ഇതുപോലെ സ്വീറ്റ്സ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിൻ്റെ മെയിലിലൂടെയും കമൻസിലൂടെയും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ദിവസത്തിൽ വേറൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.